വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ഡെയിലി വ്ലോഗായിട്ട് തന്നെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആവണം എന്നൊക്കെ വിചാരിച്ചാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഡെയിലി ഇപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് എണീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം എൻ്റെ ടു ഡു ലിസ്റ്റ് എല്ലാം തയ്യാറാക്കി വെക്കുകയാണ്. അത് കഴിഞ്ഞതാ നേരെ കിച്ചണിൽ കയറി ആദ്യം തന്നെ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇന്ന് ഹസ്ബൻഡിന് നേരത്തെ പോകണം. അപ്പോൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ചപ്പാത്തി ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിരുന്നു. അന്ന് കുറച്ച് അമ്മളി പറ്റി, പക്ഷെ നമ്മൾ തോറ്റെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്ത് വരുമ്പോൾ റെഡിയാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിന്ന് വീണ്ടും ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചെറു ചൂടുവെള്ളത്തിലാണ് കേട്ടോ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കുന്നത്. ശരിക്കും നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുത്താൽ നല്ല സോഫ്റ്റ് ആവും. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷേ എനിക്കതിൽ വെള്ളം കൂടിപ്പോകുമെന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ കുഴച്ചെടുക്കുകയാണ്. അതിനിടയിൽ ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് കറികൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നെയ്ച്ചോറ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ സാലൻ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തട്ടിക്കൂട്ട് കറി ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ മാവെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പരത്തലാണ് ടാസ്ക്. എനിക്ക് പരത്താൻ ഒട്ടും അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുകയാണ്. വലിയ കുഴപ്പമില്ല, പക്ഷേ അത്ര റെഡി ആവുന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരും. ചെറുതായിട്ടൊരു ജലദോഷം കിട്ടിയിട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ 2 ദിവസമായി എടുത്തു വെച്ചത്. പക്ഷേ എനിക്ക് വോയിസ് കൊടുക്കാൻ ഒന്നിനും പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എന്തായാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോക്ക് ക്ലാരിറ്റി കുറവുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് എനിക്ക് എത്രയായിട്ടും മനസ്സിലാവുന്നില്ല. ഒന്ന് എൻ്റെ ഫോണിൻ്റെ കുഴപ്പം, പിന്നെ എനിക്ക് അധികം ഞാൻ അത്ര പ്രോയൊന്നുമല്ല എഡിറ്റിങ്ങിലായാലും വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊക്കെ. അതുകൊണ്ടായിരിക്കാം, മേ ബി, അറിയില്ല. അപ്പോൾ നമ്മൾ ചപ്പാത്തി എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അതിനിടയിൽ കറിയൊക്കെ ഒന്ന് ചൂടാക്കി അപ്പോഴേക്കും ഞാൻ ചായക്കുള്ളതും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് പോകാനാകുമ്പോഴേക്കും ആക്കുള്ളത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചായയെല്ലാം കുടിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഹസ്ബൻഡ് പോയതിന് ശേഷം ഞാൻ കുറച്ച് വേസ്റ്റ് കൊണ്ടിടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. എന്നിട്ട് ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ പറ്റുന്നില്ല കേട്ടോ. വിചാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് നടക്കില്ല എന്നും ഞാൻ വിചാരിക്കും ഇനി മുതൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മടിയെല്ലാം കയറി വരും. അങ്ങനെയൊക്കെ ആയിട്ട് ഡെയിലി വീഡിയോ ഇടൽ നടക്കുന്നില്ല. അപ്പോഴേക്കും എൻ്റെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരു കവർ വെക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് കൊണ്ടിടാൻ ഈസിയാണല്ലോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്ത് കവറെല്ലാം വെച്ച് പണിയെല്ലാം കഴിഞ്ഞ സന്തോഷത്തിൽ ഞാനൊരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചു. പിന്നെയും കിച്ചണിൽ കയറിയിട്ട് ഒന്ന് കിടന്നെഴുന്നേറ്റതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കയറിയത്. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ്. വെള്ളം വെച്ചിട്ട് ഇവിടെ നമ്മൾ മട്ടരിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ കഴുകിയെടുക്കുകയാണ്. മട്ടരി ആയതുകൊണ്ട് തന്നെ അതിനൊരു ചുവപ്പ് കളറായിരിക്കുമല്ലോ. ഞാനത് പോകുന്നവരെ കുറേ ടൈം വെച്ചിട്ട് അങ്ങനെ കഴുകിക്കൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയെല്ലാം കഴുകി. അപ്പോഴേക്കും വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അരി ഇട്ടു. ഇന്ന് നമ്മൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഇന്ന് സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ആൾ ഉച്ചയ്ക്ക് വരും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ലഞ്ച് ഉണ്ടാക്കുന്നത്. ആളില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ട് സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പൊതുവേ. അപ്പോൾ ഉച്ചയ്ക്ക് വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നുമില്ല. ചോറ് വെക്കുന്നതിലേക്ക് വെണ്ടക്ക ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ നമ്മുടെ തക്കാളിക്കറി ഉണ്ടല്ലോ, അതുമാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ബീഫ് അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ അത് മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഒരുപാട് ഉണ്ടാക്കിയാൽ എന്താണ് കറികളൊക്കെ ബാക്കിയാവും. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കണം. പിറ്റേ ദിവസം അത് ചൂടാക്കി എടുക്കണം. അതിനേക്കാൾ നല്ലത് കുറച്ചുണ്ടാക്കിയിട്ട് അത് അന്നന്ന് കഴിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. എങ്ങനെയായാലും കുറച്ച് ബാക്കി ഉണ്ടാവും കേട്ടോ. 2 പേരായതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുറച്ച് അതൊരു നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായി മാറിയിട്ടുണ്ട്. കുറച്ച് എന്തായാലും ബാക്കി വരും. അപ്പോൾ ഞാനൊരു വെണ്ടയുടെ ഫ്രൈ ചെയ്യുന്ന ഈ സംഭവം ഒരു സ്റ്റോറി പോലെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ചോറും വെണ്ട ഫ്രൈ അവിടെ ഇങ്ങനെ ആവുന്നുണ്ട്. അതിനിടയിൽ ഞാനിത് തക്കാളിക്കറിക്കുള്ള തക്കാളി കൂടെ കട്ട് ചെയ്ത് വെക്കുകയാണ്. എന്നാൽ വേഗം പണികളെല്ലാം തീർന്നില്ല. അതങ്ങ് ആയി വരുമ്പോഴേക്കും നമുക്ക് വേഗം ഇതും കൂടെ വെച്ചാൽ കിച്ചണിലെ എല്ലാ പരിപാടികളും തീരും.
തക്കാളിക്കറി അതുപോലെ തന്നെ മുട്ട പൊരിച്ചതും ഭയങ്കര ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഒരുപാട് പേരുടെ ലഞ്ച് ബോക്സിലൊക്കെ ഉള്ള ഒരു സാധനമായിരിക്കാം അത്. പക്ഷെ നമ്മളിന്ന് മുട്ടയൊന്നും പൊരിക്കുന്നില്ല, തക്കാളി കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിതാ നേരെ ക്ലീനിങ് പരിപാടിയിലേക്ക് നിന്നു. അത്യാവശ്യം നമ്മുടെ സ്റ്റൗവിലൊക്കെ നമ്മൾ ചോറ് വെക്കുമ്പോൾ എന്തായാലും കുറേ എന്താ പറയുക, അതിൽ തിളച്ച് വെള്ളം പോയതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് ചില ദിവസം നമുക്ക് ചായ വെക്കുമ്പോൾ അതിൻ്റെ പാല് തിളച്ചിട്ട് മറിഞ്ഞതും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചെടുക്കണം. ഡെയിലി ചെയ്യുമ്പോൾ പിന്നെ വലിയ പണി ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അത് ആകെ ഒട്ടിപ്പിടിച്ച് ആകെ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മാക്സിമം ഡെയിലി ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ഞാൻ ചോറ് വാർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇതാ എൻ്റെ ക്ലീനിങ് പരിപാടികളും കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തണ്ണിമത്തൻ ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, അതൊന്ന് കട്ട് ചെയ്യാം. കാരണം ഞാൻ ഹസ്ബൻഡ് വരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിലായിരിക്കും. അപ്പോൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ക്ലാസ് 2 മണിക്ക് തുടങ്ങി 3 മണിക്കേ കഴിയുള്ളൂ. പിന്നെ 3:30 എനിക്ക് വേറെയും ക്ലാസ് ഉണ്ട്. അപ്പോൾ ആൾ വന്ന ഉടനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ വന്ന ഉടനെ ആ ഒരു ക്ഷീണം മാറ്റാൻ ഇത് കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 2 മണിക്ക് തുടങ്ങി 3 മണി വരെ ഒരു ക്ലാസ്, അത് കഴിഞ്ഞ് 3:30 to 5 മണി വരെ അടുത്ത ക്ലാസ്, അങ്ങനെയാണ് കേട്ടോ. ഓൺലൈൻ ട്യൂഷനാണ്, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ പുതുതായിട്ട് വന്നവർക്കൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുന്നു എന്ന് മാത്രം. എനിക്കിഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ് കേട്ടോ വാട്ടർ മെലോൺ. നല്ല രസമല്ലേ കഴിക്കാൻ. എനിക്ക് ഫ്രൂട്ട്സിലല്ലെങ്കിലും ഒരുവിധം എല്ലാ സാധനങ്ങളും ഇഷ്ടമാണ്, എല്ലാം ഞാൻ കഴിക്കും. പക്ഷേ വാട്ടർ മെലോണ്, മാംഗോ, അതിനോട് അതേപോലെ തന്നെ പൈനാപ്പിൾ, അതിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഫ്രൂട്ട്സൊന്നും എത്ര കഴിച്ചാലും അങ്ങനെ പൊതുവെ മടുക്കാറില്ല. അപ്പോഴേക്ക് ഇതാ എൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനും ഹസ്ബൻഡും കൂടെ പിന്നെ നമ്മൾ ചോറെല്ലാം കഴിച്ചു കേട്ടോ. നമ്മുടെ വെണ്ടക്ക ഉപ്പേരിയും അതേപോലെ തന്നെ തക്കാളിക്കറിയും ബീഫ് അച്ചാറും കൂട്ടിയിട്ട് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തണ്ണിമത്തനെടുത്ത് കഴിച്ചു. ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. പിന്നെ നെക്സ്റ്റ് ക്ലാസ് വീണ്ടും തുടങ്ങി. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളം കിടന്നു. അപ്പോഴേക്കും ഞാൻ അതിൻ്റെ ഇടയിൽ മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പഴംപൊരിക്കുള്ള. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പഴംപൊരി ഇരിക്കും. ആകെ 2 പഴം ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, നമുക്കത് തന്നെ ധാരാളം. അപ്പോൾ ഞാൻ വേഗം പഴംപൊരി ഉണ്ടാക്കണം. കാരണം ആൾക്ക് സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞല്ലോ, 6 മണിക്ക് വീണ്ടും പോകണം. അതിന് മുന്നേ ഇത് റെഡിയാക്കണം.
പഴംപൊരിയുടെ മാവ് ഞാൻ സാധാരണ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചാൽ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ലായിരുന്നു. ഞാൻ അതിന് പകരം കുറച്ച് പാലപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്തത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം വെക്കാമെന്ന് വിചാരിച്ചു. റെഡി ആവുമോ എന്നൊന്നും വലിയ ഐഡിയ ഒന്നും എനിക്കില്ല. മറ്റേ നമ്മൾ ബേക്കിംഗ് സോഡ വെച്ചതാക്കുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അത്യാവശ്യം നല്ലപോലെ പൊങ്ങി വരാറൊക്കെ ഉണ്ട് എൻ്റെത്. ഇതെന്താവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ മാഷാ അല്ലാ നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ പൊടി നല്ലൊരു സംഭവമാണ്. എനിക്ക് അത് ഓൾറെഡി പൊങ്ങി വരാൻ എന്തൊക്കെയോ അവരതിൽ ചേർക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും കേട്ടോ. നമ്മുടെ പഴംപൊരിയും നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ, അതായത് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ പഴംപൊരി. അതായത് ചിലപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പുറത്ത് പോയി കടികളൊന്നും വാങ്ങിക്കാൻ പറ്റാറൊന്നും ഉണ്ടാവില്ലല്ലോ, ചില സമയത്ത് ആരും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അധികം പഴം ഉണ്ടെങ്കിൽ പഴംപൊരി ഉണ്ടാക്കും. പഴംപൊരി, ബ്രെഡ് പൊരി, അതൊക്കെ എൻ്റെ വീട്ടിലെ മെയിൻ ഐറ്റംസ് ആയിരുന്നു. അപ്പോഴേക്കും ഇതാ ഹസ്ബൻഡ് ഇവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പഴംപൊരിയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കുടിക്കാൻ കേട്ടോ. ആൾ ഓൾറെഡി എന്താ പറയുക റെഡിയായി എല്ലാം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ വന്നത്. കാരണം അറിയാലോ, ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ഡ്രൈവർ വന്നിട്ട് പുറത്തുനിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം ചായ അടിച്ച ആൾ പോയി. അപ്പോൾ ഞാൻ കുറച്ച് തുണികളെല്ലാം ഉണക്കാനായിട്ടിരുന്നു, അതെല്ലാം എടുത്തു കൊണ്ടുവന്ന് അതെല്ലാം ഒന്ന് മടക്കി വെക്കുകയാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഞാൻ രാത്രി ഇനി ആൾ വരണമെങ്കിൽ ഒരു 12 മണി ആ ഒരു സമയമാവും. അപ്പോൾ ഞാൻ അതുവരെ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു വെക്കും. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഞാനൊന്ന് പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോൾ ഇവിടെയുള്ള അടുത്ത 2 ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ പുറത്തിറങ്ങിയാൽ അവരായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കാം. പിന്നെ ഞാൻ കുറച്ച് സമയം ഒന്ന് നടക്കാനിറങ്ങി, ഉമ്മാനൊക്കെ ഫോൺ ചെയ്തുകൊണ്ട് അങ്ങനെ അവിടെ കുറേ സമയം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വീണ്ടും നേരെ റൂമിലേക്ക് വന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈബ്രറി പോയപ്പോൾ ബുക്സ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് വായിച്ച് തീർക്കണം. ഇത്തവണ എന്തായാലും വായിച്ച് തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ വായിക്കാനിരുന്ന അപ്പാടെ ഉറങ്ങിപ്പോട്ടോ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, അങ്ങ് ഉറക്കം എവിടുന്നാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര മടിയായിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ വായിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. കുറച്ചാണെങ്കിലും ഇങ്ങനെ തുടങ്ങി വെക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതാ ഒരു മിൻറ്റ് ലൈം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അതുകൊണ്ട് നാരങ്ങ നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക ഉരുട്ടിയെടുത്താൽ അത് നമുക്ക് പിഴിയുമ്പോൾ നല്ല സുഖമായിരിക്കുമല്ലോ. അപ്പോൾ 2 നാരങ്ങ എടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും കൗണ്ടർ ടോപ്പിലിട്ട് ചെയ്യാണ് കേട്ടോ. എന്നാൽ പിഴിയുമ്പോൾ സുഖമായിരിക്കും. പക്ഷെ ഇതിൽ കുരു ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പിഴിഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര കയ്പ്പ് വരും, അധിക സമയം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അടിച്ചു വെച്ചാൽ ഹസ്ബൻഡ് വരുമ്പോൾ ആക്കെടുത്ത് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും നമ്മുടെ മിൻറ്റ് ലീവ്സും എല്ലാം ഇട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു, പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഡ്രിങ്ക് അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും അത് കുടിക്കുമ്പോൾ നമുക്ക്. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴേക്കും എനിക്കത് തലഭാഗത്തുനിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു, ഫുഡ് എത്തി എന്ന് പറഞ്ഞിട്ട്. എന്തോ ഓഫർ ഉണ്ടായപ്പോൾ ഹസ്ബൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഫുഡെല്ലാം എത്തി. ഹസ്ബൻഡ് വന്നതിന് ശേഷം ഫുഡെല്ലാം കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫ്രൈഡ് ചിക്കനൊക്കെ 2 പീസ് അതിൽ കൂടുതൽ കഴിക്കാൻ കഴിയില്ല കേട്ടോ. അതെന്താ അറിയില്ല. എനിക്ക് നമ്മൾ റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു എന്ന്. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ 2 പീസിൽ കൂടുതൽ എന്നെക്കൊണ്ട് കഴിയില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പല്ല് തേക്കൽ പരിപാടികളിലേക്ക് പോവുകയാണ്. പിന്നെ പല്ല് തേച്ച് ഫേസ് വാഷ് ഇട്ടൊന്ന് നല്ലപോലെ മുഖമൊക്കെ കഴുകി നമ്മുടെ ആസ് യൂഷ്വൽ സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കാര്യമായിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും വ്ളോഗിൽ ഇല്ലയെന്നറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.